ഹലോ ഗൈസ്, എക്സാംസ് ഒക്കെ വരികയാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ? നമ്മൾ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി 12 അവേഴ്സ് അല്ലെങ്കിൽ 13 അവേഴ്സ് നമ്മൾ ഡെയിലി പഠിക്കൂ എന്നൊക്കെ വിചാരിച്ച് അത് 1 ഡേ മാത്രം ഫോളോ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ നമ്മുടെ മുൻപിൽ ബാക്ക്ലോഗ്സ് കിടപ്പുണ്ട്, എക്സാമിന് മുന്നേ റിവിഷൻ നടത്തണം, PYQs ഒക്കെ ചെയ്യണം, എന്നാൽ നമുക്ക് ഭയങ്കര മടിയുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ടൈം ടേബിൾ തയ്യാറാക്കുക. ബാക്ക്ലോഗ്സ് ഒക്കെ കിടപ്പുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു ഭാരം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി കാരണം നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അവേഴ്സ് നമ്മളിട്ട് ഡെയിലി കൂട്ടി പതുക്കെ കൊണ്ടുവന്നാൽ മതി. ഇന്ന് ഞാൻ ജസ്റ്റ് 1 അവറെ പഠിക്കുന്നുള്ളെങ്കിൽ നാളെ ഞാനത് 1.5 അവർ പഠിക്കും. അങ്ങനെ ഡെയിലി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം കൂട്ടി കൊണ്ടുവരിക. നമുക്ക് എല്ലാ ദിവസവും ഒന്നും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുകയില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഡൗൺ ആവുമല്ല വേണ്ടത്. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പഠിക്കുക. നമ്മളോട് തന്നെ ഫൈറ്റ് ചെയ്യുക. പിന്നെ റിസൾട്ടിനെ പറ്റി പേടിക്കാതിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. റിസൾട്ട് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങൾക്ക് വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. പൊമഡോറോ ടെക്നിക്ക്. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു 4 സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വയം എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക. റിവാർഡെന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്വയം ഗിഫ്റ്റ് ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.